ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനില് ബയോളജിയിൽ നിന്ന് ചോദിച്ച കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാമുകളിൽ ബയോളജി ഭാഗത്ത് നിന്ന് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സമയം കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴിയും ആപ്പ് സ്റ്റോർ വഴിയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ആപ്പ് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ല, അതിലൂടെ ഫ്രീ കണ്ടന്റുകൾ, അതായത് മോക്ക് ടെസ്റ്റുകള്, അല്ലെ മോക്ക് ലൈവ് ക്ലാസ്സുകള്, അതേപോലെ തന്നെ മോക്ക് എക്സാമുകള്, അല്ലെ അതേപോലെ തന്നെ എന്താണ് കറണ്ട് അഫേഴ്സ്, ഡെയിലി കറണ്ട് അഫേഴ്സുകളെല്ലാം സൗജന്യമായിട്ട് നേടാനായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. താഴെ പറയുന്നവയില് ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഈ ചോദ്യം കാണുമ്പോഴേ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഹീമോഫീലിയ എന്ന് പറഞ്ഞ രോഗത്തെ കുറിച്ച് നമുക്കറിയാവുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ജീനുകളുടെ ഡിഫക്റ്റ് മൂലം അല്ലെങ്കിൽ ജീനുകളുടെ വൈകല്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹീമോഫീലിയ, അതേപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ, വർണ്ണാന്ധത തുടങ്ങിയ രോഗങ്ങളെല്ലാം എന്താണ്? ജനിതക രോഗമാണ്. അല്ല, അതൊന്നും ഒരിക്കലും ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നവയല്ല. അതൊക്കെ എന്താണ്? പാരമ്പര്യമായിട്ട് പകരുന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ. സോ ഹീമോഫീലിയ എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനിതക രോഗമാണ്, അല്ലെങ്കിൽ ഒരു ജനറ്റിക് ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബിയും HIV. നമുക്കറിയാം, ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, HIV എല്ലാം എന്താണ്? ബോഡി ഫ്ലൂയിഡ്സിലൂടെ പകരുന്ന രോഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ടാറ്റു ചെയ്യുന്നതിലൂടെ പകരുന്ന രോഗം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ഉം 3യുമാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്, അല്ലെ? 2ഉം 3യുമാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയില് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഈ ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ചോദ്യം വരുന്നതാണ്. പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, ആർദ്രം പദ്ധതിയാണ്. അതിൽ ബേസ് ചെയ്ത് MCQ മുതൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ചോദിച്ച ആർദ്രം പദ്ധതിയുമായിട്ട് ബേസ് ചെയ്ത് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ചോദ്യമാണ്. കണ്ടോ? ലക്ഷ്യമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. OP സംവിധാനങ്ങളുടെ നവീകരണം, അല്ലെ ഗവൺമെന്റ് കോളേജുകളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ OP സംവിധാനങ്ങളുടെ നവീകരണം ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. ജില്ലാ താലൂക്ക് തല ആശുപത്രികളുടെ നിലവാരം ഏകീകരിക്കൽ, അതും ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തൽ, ഈ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യം എന്ന് പറയുന്നത് ബന്ധമല്ലാത്തതാണ്. C എലിമിനേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തൽ, ഇത് വരുന്ന പോയിന്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ലക്ഷ്യമല്ലാത്തത്, സ്വകാര്യ ആശുപത്രി എന്ന് വരുന്ന ഒരു പോയിന്റ് കാണുമ്പോഴേ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ ഓപ്ഷൻ C ആണ്, ലക്ഷ്യമല്ലാത്തത്. അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം, ആണല്ലോ? അടുത്ത ചോദ്യം ഇത്തരത്തിലുള്ള ഹ്യൂമൻ ബോഡിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിലെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നമുക്കറിയാം, രക്തം അല്ലെങ്കിൽ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഒരു ടിഷ്യൂ ആണ്, ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു യോജക കലയാണ്. പരസ്പരം ബന്ധിപ്പിക്കുകയും താങ്ങായി വർത്തിക്കുകയും ചെയ്യുന്ന കലകളെയാണ് നമ്മൾ യോജക കലകൾ എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട യോജക കലയാണ് രക്തം. അല്ലെ, ഈ പറയുന്ന രക്തം, അസ്ഥി, തരുണാസ്ഥി, രക്തം, നാരുകല. ഏതൊക്കെയാ? അസ്ഥി, തരുണാസ്ഥി, രക്തം, നാരുകല എന്നിവയാണ് പ്രധാനപ്പെട്ട യോജക കലകൾ. അപ്പൊ ആ യോജക കലയുമായിട്ട് ബന്ധപ്പെട്ട, രക്തവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രക്തകോശങ്ങൾ 3 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ശരിയല്ലേ? തീർച്ചയായിട്ടും RBC, WBC, പ്ലേറ്റ്ലെറ്റ് എന്നിങ്ങനെ രക്തകോശങ്ങള് 3 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ശരിയാണ്, അല്ലെ? നമുക്കറിയാം, നമ്മുടെ രക്തത്തിലെ 45% രക്തകോശങ്ങളാണ്.
55% പ്ലാസ്മയാണ്. അതിൽ 45% രക്തകോശങ്ങൾ 3 RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അടുത്തത് എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്നത്. നല്ലൊരു പോയിന്റ് ആണ്. എറിത്രോസൈറ്റ്സ് എന്നാണോ ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ WBCs അറിയപ്പെടുന്നത്? ശ്വേത രക്താണുക്കൾ അറിയപ്പെടുന്ന പേര് ലൂക്കോസൈറ്റുകൾ എന്നാണ്. ലൂക്കോസൈറ്റുകൾ. എറിത്രോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ എന്നറിയപ്പെടുന്ന RBC ആണ്. RBC, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെ. അപ്പൊ എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന RBC ആണ്. ലൂക്കോസൈറ്റ് എന്നറിയപ്പെടുന്നതാണ് WBC. അതേപോലെ ത്രോംബോസൈറ്റ് എന്നറിയപ്പെടുന്ന പ്രധാനമായിട്ടും ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പ്. കറക്റ്റ് ആണ്. ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഇരുമ്പ്. ഇരുമ്പിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് അനീമിയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകുന്നത്. സോ ആൻസർ ഓപ്ഷൻ 3 കറക്റ്റ് ആണ്. അതേപോലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ എന്ന് പറയുമ്പോൾ ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ആൽബുമിൻ എന്ന് പറയുന്നത് BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ക്രമീകരിക്കുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ആൽബുമിനും. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് ബോഡി ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബുലിനും. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജനുമാണ്. സോ പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ ബ്ലഡ് പ്രഷർ ക്രമീകരിക്കുന്നു, ഗ്ലോബുലിൻ ബോഡി ഡിഫൻസ് ക്രമീകരിക്കുന്നു, ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ പലതവണ മറിച്ചും തിരിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നല്ലൊരു ചോദ്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ എന്നാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന നമ്മൾ പഠിച്ചു ഫൈബ്രിനോജൻ ആണ്. സോ ഈ ഒരു ആൻസർ തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ക്ലിയർ അല്ലേ? നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ തിരഞ്ഞെടുക്കുക. അല്ലെ, വിറ്റാമിനുകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ട് വന്ന ചോദ്യമാണ്. നമുക്കറിയാം പ്രധാനമായിട്ടും 13 ടൈപ്പ് വിറ്റാമിനുകൾ അല്ലെ, 13 ടൈപ്പ് വിറ്റാമിനുകൾ നമ്മൾ പഠിച്ചതാണ്. 13 ടൈപ്പ് വിറ്റാമിനുകളില് 8 ബി കോംപ്ലക്സുകളാണെന്ന് നമുക്കറിയാം. 8 എന്താണ്? ബി കോംപ്ലക്സുകളാണ്. സോ ടോട്ടൽ 13 ടൈപ്പ് വിറ്റാമിനുകള്, അതിൽ 8 എന്താണ്? 8 വിറ്റാമിനുകൾ ബി കോംപ്ലക്സുകളാണ് എന്നറിയാം. അതില് പ്രധാനമായിട്ടും ഈ 13 ടൈപ്പ് വിറ്റാമിനുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ, ഒന്ന് എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും, 2 എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളെന്നും. അല്ലെ, ഈ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എന്ന് പറയുമ്പോൾ കൊഴുപ്പ് കേടാണ് എന്ന് ഓർത്താൽ മതി. KEDA അല്ലെ, KEDA വിറ്റാമിൻ കെ, ഈ വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ. അപ്പൊ കൊഴുപ്പ് കേടാണെന്ന് ഓർത്താൽ മതി. കൊഴുപ്പ് കേടാ, KEDA അല്ലെ. ഫില്ലോക്കിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. അപ്പൊ ഈ പറയുന്ന 4 വിറ്റാമിനുകൾ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഇനി 2 വിറ്റാമിനുകളാണ് ജലത്തിൽ ലയിക്കുന്നത്. അത് ബിയും സിയുമാണ്. ബി കോംപ്ലക്സുകളല്ല അല്ലെ. B1, B2 അല്ലെ, B3, അതേപോലെ B5, B7, B9, B12 ബി കോംപ്ലക്സുകൾ 8 എല്ലാം ജലത്തിൽ ലയിക്കുന്നു. അതേപോലെ വിറ്റാമിൻ സി, ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സിയും ജലത്തിൽ ലയിക്കുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ തിരഞ്ഞെടുക്കുക. തയാമിൻ എന്നറിയപ്പെടുന്ന B1 ആണ്. B1 ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്നത് A ആണ്. A എന്ന് പറയുന്ന കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന B2 ആണ്, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ്. അതേപോലെ തന്നെ നിയാസിൻ എന്നറിയപ്പെടുന്ന B3. നിയാസിൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. പെല്ലഗ്ര എന്ന് പറയുന്ന ഡിസീസ് നിയാസിൻ എന്ന് പറയുന്ന വിറ്റാമിന്റെ അപര്യാപ്തത അല്ലെങ്കിൽ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഇതും ജലത്തിൽ ലയിക്കുന്നതാണ്. സോ ഇത് ആക്ച്വലി സി ആണ്. ACD എന്നിവ എന്താണ്? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. കണ്ടോ? അത്തരത്തിലുള്ള വിറ്റാമിനുകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരെ വരുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ മാത്രം ഉൾപ്പെട്ടിരിക്കുന്ന ഓപ്ഷൻസ്.
പ്രോട്ടോസോവ നമുക്ക് എന്തായാലും അറിയാം, ഒരു PSC പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥി ഏറ്റവും ആദ്യം പഠിക്കുന്ന അല്ലെ രോഗങ്ങളും രോഗകാര്യങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ചോദ്യമാണ്. പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന ടൈഫോയിഡ് എന്ന് പറയുന്നത് സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ വരുത്തുന്ന രോഗമാണ്. ഇതുമായിട്ട് ബേസിക്കലി ചോദിച്ചിട്ടുണ്ട്. വൈഡാൾ ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ അമീബിയാസിസ് എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ച അമീബിക് മസ്തിഷ്ക ജ്വരം അത് ചോദിച്ചിട്ടുണ്ട്. നെഗ്ലേറിയ ഫൗലേറിയ അല്ലെ, പ്രോട്ടോസോവ വരുന്നതാണ്. മലേറിയ പ്രോട്ടോസോവ വരുന്ന രോഗമാണ് അല്ലെ, ഇത് രണ്ടും പ്രോട്ടോസോവ വരുന്ന രോഗമാണ്. മലേറിയം എന്താണ്? പ്രോട്ടോസോവ വരുന്ന രോഗമാണ്. ഇനി ഡെങ്കിപ്പനിയിലേക്ക് വരുമ്പോൾ, ഡെങ്കിപ്പനി എന്ന് പറയുന്നത് എന്താണ്? വൈറസ് പരത്തുന്ന രോഗമാണ്. വൈറസ് വരുന്ന പ്രധാനപ്പെട്ട രോഗമാണ് എന്ത്? പ്രോട്ടോസോവ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെങ്കിപ്പനി എന്ന് കൂടി മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇത്രയുള്ള ചോദ്യങ്ങള് നല്ല രീതിയിൽ ഈ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകൾക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചിരിക്കുന്ന ചോദ്യം ശ്വേതരക്താണുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പ്രധാനപ്പെട്ട ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ WBCs ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ശ്വേതരക്താണുക്കളാണ് ഏത്? ന്യൂട്രോഫിൽ ഉണ്ട്, അതേപോലെ തന്നെ ബേസോഫിൽ ഉണ്ട്, ഇസ്നോഫിൽ ഉണ്ട്, മോണോസൈറ്റ് ഉണ്ട്, ലിംഫോസൈറ്റ് ഉണ്ട്. ശ്വേതരക്താണുക്കൾ 5 തരം: ന്യൂട്രോഫില്, ബേസോഫിൽ, ഇസ്നോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അതിലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ന്യൂട്രോഫില്, ഏറ്റവും കുറവുള്ളത് ബേസോഫില്, ഏറ്റവും വലുത് മോണോസൈറ്റ്, ഏറ്റവും ചെറുത് ലിംഫോസൈറ്റ്. ചോദിച്ചിട്ടുണ്ട്. WBCs 5 തരം: ന്യൂട്രോഫില്, ബേസോഫിൽ, ഇസ്നോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ന്യൂട്രോഫിൽ, ഏറ്റവും കൂടുതലുള്ള WBCs ന്യൂട്രോഫിലാണ്, ഏറ്റവും കുറവുള്ളത് ബേസോഫിലാണ്. ഏറ്റവും വലുത് മോണോസൈറ്റ് ആണ്, ഏറ്റവും ചെറുത് ലിംഫോസൈറ്റ് ആണ്. എനിക്ക് ചോദ്യത്തിലേക്ക് വരാം. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ന്യൂട്രോഫിൽ ശ്വേതരക്താണുക്കളാണ്, മോണോസൈറ്റ് ശ്വേതരക്താണുവാണ്, ലിംഫോസൈറ്റ് ശ്വേതരക്താണുവാണ്, ത്രോംബോസൈറ്റ് എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റുകളാണ്, രക്തകോശമാണ്. എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. കണ്ടോ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ട് എങ്കിൽ മാർക്ക് വാങ്ങാം. ഇത് തന്നെയാണ് PSCയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ. നമ്മള് ഒരു കാര്യം അത്ര ഇൻഡെപ്ത് അല്ല, നമുക്ക് ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും വരും അല്ലെ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം നമുക്ക് ബേസ് ആണ് വേണ്ടത്. ഏതൊരു കാര്യത്തിനും നമുക്ക് ബേസ് ആണ് വേണ്ടത്. ആ ബേസ് ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെ. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. കണ്ടോ, നല്ലൊരു ചോദ്യമാണ് അല്ലെ. താഴെ പറയുന്നവയില് പോർട്ടൽ സ്ഥിരയുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? പോർട്ടൽ സ്ഥിരകൾ. നമ്മൾ ഈ പോർട്ടൽ സ്ഥിരകളുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ പഠിക്കുന്ന SCRT-യിലാണ്. പത്രത്തിൽ 9ാം ക്ലാസ്സിൽ SCRT-യിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണ് ഈ പോർട്ടൽ സ്ഥിരകൾ എന്ന് പറയുന്നത്? ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. ആണോ? ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടക്കുന്ന സ്ഥിരകളാണ്, പക്ഷേ പോർട്ടൽ സ്ഥിരകളല്ല. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, അതാണ് കറക്റ്റ്. ഓർഗൻ ടു ഓർഗൻ, ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളെയാണ് ഈ പറയുന്ന പോർട്ടൽ സ്ഥിരകൾ എന്ന് പറയുന്നത്. 2 ശരിയാണ്. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷകഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു, ആണോ? അത് തെറ്റാണ്. പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലേക്ക് എത്തിക്കുന്നു, അത് കറക്റ്റ് ആണ്. അതാണ് ഹെപ്പറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്, അതും ശരിയാണ്. ക്ലിയർ SCRT ആണ്. ക്ലിയർ SCRT പോയിന്റ്. SCRT-യിലെ സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 1ഉം 4ഉം ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കണ്ടോ, ക്ലിയർ SCRT. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഇനി വരാൻ പോകുന്ന എക്സാമുകൾ കാണുമെങ്കിലും SCRT-യുടെ പ്രാധാന്യം ഞാൻ എടുത്തു പറയണ്ട. അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് SCRT ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിൽ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു, ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ഓക്കെ, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു, ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിക്കാറുണ്ട്. വിറ്റാമിൻ എ നിശാന്തത, കറക്റ്റ് ആണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശാന്തതയും വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം നിശാന്തതയും വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള കുറവ് മൂലം എന്താണ്? സിറോഫ്താൽമിയം ഉണ്ടാകുന്നുണ്ട്. സോ എ കറക്റ്റ് ആണ്. B1ന്റെ കുറവ് മൂലം അനീമിയ എന്ന് പറയുന്നുണ്ട്. B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറി ആണ്. ബെറി. അനീമിയ എന്ന് പറയുന്നത് ഈ പറയുന്ന അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ കുറവ് മൂലമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു.
B9 കുറവ് മൂലം B9 കുറവ് മൂലം പ്രധാനമായിട്ടും മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് ഉണ്ടാവുന്നത് അല്ലെ. B9 ഫോളിക് ആസിഡ് ആണ്, മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് എലിമിനേറ്റ് ചെയ്യുക. ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിറ്റാമിൻ. ആ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിറ്റാമിൻ ആയിട്ടുള്ള ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സ് ശരിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉമാണ് ശരി അല്ലെ. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 4ഉമാണ് ശരി. കണ്ടോ, ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചത് അല്ലെ. ഇത്തരത്തിലുള്ള ഒരു PYQ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ഈ ഒരു ടൈമിൽ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കൂടുകയാണ്. PSC പഠിക്കാതെ പോയി എഴുതുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. കൃത്യമായിട്ടും എല്ലാവരും പഠിച്ചിട്ട് തന്നെയാണ് എക്സാം എഴുതുന്നത്. സോ PSC നേടണം, ഒരു ഗവൺമെന്റ് ജോലി നേടണം എന്ന ആഗ്രഹമുള്ളവരാണ് എങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലെ. കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. SCRT പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യണം. വീക്കിലി എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നോക്കണം അല്ലെ. ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന എക്സാമിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാമെങ്കിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് അല്ലെ LDC ആണ്. പാവങ്ങളുടെ IAS എന്നറിയപ്പെടുന്ന നമ്മുടെ LDC. LDC എക്സാം ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ അതിനനുസരിച്ച് എഫേർട്ട് ഇടേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും LDC ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരായിരിക്കാം. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടുന്നില്ല. അത് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടി ഡെയിലി ടൈം ടേബിളുകൾ അനുസരിച്ച് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എക്സാമുകൾ ചെയ്ത് PSC അല്ലെങ്കിൽ LDCക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. എക്സാമിന് മുന്നേ നമ്മുടെ സിലബസ് കവറപ്പ് ചെയ്ത് 1-2 തവണ റിവിഷൻ ചെയ്യാൻ നമുക്ക് ടൈം കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മുടെ ബോട്ട് നമ്പറിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമുകൾ അടുത്ത 2 മാസങ്ങളിലായിട്ട് നടക്കാനായിട്ട് പോവുകയാണ് വിവിധ ജില്ലകളിലായിട്ട് അല്ലെ. ഓൾറെഡി നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ വേണ്ടവരാണ് എങ്കിൽ VFAക്ക് വേണ്ടി നമ്മളൊരു 45 ഡേയ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് താങ്ക് യു സോ മച്ച്.